ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനും ശ്രമം നടത്തി നോക്കിയായിരുന്നു. ഫൈനൽ ഇയറിൽ പാടിപ്പോയി. ഭരതനാട്യം എന്ന് പേര് തന്നെ ഭരതന്റെ അല്ലെ നാട്യം ആ ഒരു ഇതിലല്ലേ ചെയ്തിരിക്കുന്ന. രണ്ട് സീൻ ചെയ്യിപ്പിച്ച് നോക്കി. അപ്പൊ അതില് ഇവൻ അരുൺ ഘോഷ് മറ്റൊന്ന് അജയ് ഘോഷ് ആക്കാം എന്നങ്ങ് തീരുമാനിച്ച് നേരെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറക്കുക ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഒരു കുടുംബം ഒറ്റ നോട്ടത്തിൽ നാണം കിടന്നൊരു സാധനം വേണ്ടിയിരുന്നു. അത് വ്യത്യാസമായിട്ട് തീർച്ചയായിട്ടും ചെയ്യും നമ്മള്. പക്ഷെ അങ്ങനെ ഇന്ന ആർട്ടിസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് പോവുക അതൊക്കെ പ്രത്യേകിച്ച് ലാലേട്ടൻ നമുക്ക് അതൊക്കെ ഓർമ്മ. അതൊക്കെ ഇപ്പോഴും ഞാൻ ഈ ഒരു മൂവി ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കതൊരു ഒരു സിനിമാക്കാരനായെന്ന് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്നായി എന്നുള്ള തോന്നൽ പോലും എനിക്ക് വന്നിട്ടില്ല. എപ്പോഴും സിനിമയോടുള്ള താല്പര്യം തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് സ്കൂൾ ടൈമിൽ സ്കൂൾ ടൈമിൽ നമുക്ക് സിനിമാക്കാരനാവണമെന്നുള്ള മോഹൻ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള കലച്ചേച്ചിയുടെ നമുക്ക് ആദ്യമേ മനസ്സിൽ ഉണ്ടായിരുന്നത്. കലച്ചേച്ചിയുടെ ആ വോയിസ് തന്നെയായിരുന്നു കലച്ചേച്ചിനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം. കോർ സബ്ജക്ട്സ് ഒക്കെ കയറി തുടങ്ങിയപ്പോൾ മനസ്സിലായി അതൊന്നും നടപടി ആവില്ല, നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിയേണ്ടി വരും എന്നുള്ളത് കോളേജിൽ വെച്ചിട്ടാണ് മനസ്സിലായത്. സൈജേട്ടൻ്റെ അടുത്തോട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല സീനിയർ. അപ്പം ഞാൻ ഭയങ്കര കൂളായിരുന്നു. സൈജേട്ടൻ ആക്ച്വലി പ്രൊഡ്യൂസറാന്നുള്ളത് ഞാൻ ഓർത്തിട്ടില്ല, പുള്ളി ഓർത്തിട്ടില്ല. ആക്ച്വലി ഞാൻ അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ആളല്ലേ. ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സർക്കിൾ ഉണ്ടാവുമായിരിക്കും. അതല്ലാത്ത പടം ചെയ്യും, അത് കാണും. ഹായ് ഹലോ, വെൽക്കം ടു 90s യാർഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഭരതനാട്യം എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറാണ് കൃഷ്ണദാസ് മുരളി. സോ നമുക്ക് സ്വാഗതം ചെയ്യാം 90s യാർഡിലേക്ക്. സോ വെൽക്കം ടു 90s യാർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? ലൈക്ക് പേഴ്സണൽ വിശേഷങ്ങൾ ചോദിച്ചേ. സുഖമായിരിക്കുന്നു. റിസർവ് ടൈപ്പാണോ? ഞാനോ ചില സർക്കിളിൽ മാത്രമാണ് ആക്ടിവായിട്ട് നിൽക്കുക, അല്ലാത്തടത്ത് റിസർവ്. ഓക്കെ, അപ്പം മൂവി എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ഈ മൂവി എന്ന് പറയുന്ന ഈ ഒരു ഡ്രീമിലേക്ക്, അതായത് നമുക്കിപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നുക എനിക്ക് എൻ്റെ പാത ഇതാണ് എന്നുള്ളത്. എപ്പോഴാണ് ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, പാത ഇതാണെന്നുള്ളത് മനസ്സിലായത് കോളേജ് പഠിക്കുമ്പോഴാണ്. സിനിമയോടുള്ള താല്പര്യം തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് സ്കൂൾ ടൈമിൽ സ്കൂൾ ടൈമിൽ നമുക്ക് സിനിമാക്കാരനാവണമെന്നുള്ള മോഹൻ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള അതങ്ങനെ കൂടെ പോന്നിട്ടുള്ളതാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എനിക്കും ഓർമ്മയില്ല. അത് ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹം തന്നെയാണ്. കോളേജിലൊക്കെ എത്തി എഞ്ചിനീയറിംഗാണ് ചെയ്തത്. സെക്കൻഡ് ഇയർ ഒരു കോർ എഞ്ചിനീയേഴ്സുമാണ് സിനിമയിൽ വരുന്നത്. കോർ സബ്ജക്ട്സ് ഒക്കെ കയറി തുടങ്ങിയപ്പോൾ മനസ്സിലായി അതൊന്നും നടപടി ആവില്ല, നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിയേണ്ടി വരും എന്നുള്ളത് കോളേജിൽ വെച്ചിട്ടാണ് മനസ്സിലായത്. കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഒരു ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, ലൈക് ഡ്രാമാസ്? സ്കൂൾ പഠിക്കുമ്പോൾ +1 +2 മാത്രം. ഞാൻ അതിലും പങ്കെടുത്തിട്ടുണ്ടാവുന്നില്ല. ഞാൻ സ്കൂളിൽ എൻ്റെ ചുറ്റുമിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിന് ഇതറിയാമെന്നല്ലാതെ ബാക്കി ആർക്കും അറിയില്ല. ഞാൻ സ്റ്റേജിലും കയറി ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ആളല്ല ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ സ്കൂളിൽ ഈ മൈമും ഡ്രാമയൊക്കെ +1 +2 പഠിക്കുമ്പോൾ ചെയ്തിട്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ കോളേജ് പഠിക്കുമ്പോൾ കോളേജിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനും ശ്രമം നടത്തി നോക്കിയായിരുന്നു. ഫൈനൽ ഇയറിൽ പാടിപ്പോയി. അത്ര തന്നെ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മലയാള സിനിമയിൽ വലിയ ഒരു ക്രൂവിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമ ചെയ്തിരിക്കുന്ന ഭരതനാട്യം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് അതിൽ ആക്ട് ചെയ്തു, ഡിറക്റ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് ചെയ്തു. സോ ഭയങ്കര വലിയ ജേർണിയാണ്. കോവിഡിൻ്റെ ഒരു ടൈമിലാണ് അല്ലേ എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജേർണിനെ പറ്റി ഒന്ന് പറയുമോ? ആക്ച്വലി ഞാൻ അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ആളല്ലേ. ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സർക്കിൾ ഉണ്ടാവുമായിരിക്കും. അതല്ലാത്തടത്ത് എല്ലാവർക്കും ടൈം എടുക്കുന്നല്ലോ. ഇത് എഴുതിയത് ഈ പറഞ്ഞ പോലെ ഒരു കോവിഡ് ടൈമിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ആ ടൈം വരെ നമ്മൾ കൊണ്ട് നടന്നിരുന്ന സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ താരതമ്യേന അല്പം വലിപ്പം ഉള്ള പോലത്തെ സബ്ജക്റ്റുകളായിരുന്നു. കോവിഡ് വന്ന സമയത്ത് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇതൊന്നും ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും ലോകം മുന്നോട്ട് പോവുക എന്നൊക്കെയുള്ളൊരു ടൈം വന്നിരുന്നില്ല. നമുക്കും ഫ്രണ്ടിലോട്ട് എങ്ങനെയാണ് നമുക്കൊന്നും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആ ടൈമിലാണ് 50 പേരെ വെച്ചൊക്കെ സിനിമ ഷൂട്ടിങ് തുടങ്ങുന്നു എന്നൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പ്രൊജക്റ്റ് ആവാൻ ചിലപ്പോൾ ഇപ്പം എല്ലാവരുടെ കയ്യിലുണ്ടാവും വലിയ സബ്ജക്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ അത്രയും കാലം കൊണ്ടു നടന്ന എല്ലാവരും പ്ലാൻ അതായിരിക്കും. അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചത് ഓക്കെ, എന്നാൽ ഈ ടൈമിൽ ഇവർ പ്രൊജക്റ്റ് ആക്കാൻ എളുപ്പമുള്ള പോലത്തെ സബ്ജക്റ്റുകൾ കൊണ്ടുപോയാൽ ശരിയാവുമായിരിക്കും എന്ന് കരുതിയിട്ട് അന്ന് എഴുതുക. പക്ഷെ സംഭവിച്ചില്ല. അന്ന് പക്ഷേ എഴുതിയത് ആ ടൈമിലായിരുന്നു എന്ന് പറയുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കോവിഡിൻ്റെ ടൈമിൽ എഴുതാൻ തുടങ്ങിയിരുന്നോ അതോ ആ ടൈമിൽ കോയിൻസിഡന്റ്ലി ഹാപ്പൻ ചെയ്തതാണോ ഇങ്ങനെ എഴുത്ത്? എന്റെ മൊത്തം എഴുത്ത് പരിപാടി ഞാൻ 2015 തൊട്ട് എഴുതും. അതല്ലാണ്ട് ഈ ഒരു മൂവി ഭരതനാട്യം 2021 ആ സമയത്ത് ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്ന, കോവിഡ് ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഇത് നമ്മൾ ക്രൂവിനെ സെലക്ട് ചെയ്ത് അതിന്റെ ഒരു
കാസ്റ്റിംഗ് ഒക്കെ ഇട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു ജേർണി ഇങ്ങനെ ഉണ്ടായിരുന്നു? അതായത് സൈജു ചേട്ടനെ മനസ്സിൽ കണ്ടിട്ടാണോ ഈ ഒരു മൂവി എഴുതിയത്, അല്ലെങ്കിൽ അത് ഇങ്ങനെ സൈജു ചേട്ടൻ്റെ അടുത്തേക്ക് വന്ന് എത്തിപ്പെട്ടതാണോ? സൈജു ചേട്ടൻ്റെ അടുത്തേക്ക് ആദ്യം ഞാൻ എത്തിപ്പെട്ടില്ല വേറെ സബ്ജക്റ്റ് ആയിട്ട്. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പായിട്ട് നമ്മൾ എഴുതിയിരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്ക് നെറേറ്റ് ചെയ്തപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒപ്പം വർക്ക് ചെയ്താൽ ഇതിലിപ്പോൾ വർക്ക് ചെയ്താൽ നന്നാവും തോന്നുന്നുണ്ട്, ഇനി വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് പക്ഷേ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ടാമത് ഫുഡ് കിട്ടുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ സൈജു ചേട്ടൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കൊണ്ട് ചെല്ലുന്നോളാൻ പറഞ്ഞു. വേറെ ആരും അങ്ങനെ പറയാറൊന്നുമില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് മനസ്സിൽ വന്നപ്പോൾ ഇത് എഴുതിയപ്പോൾ ഞാൻ സൈജു ചേട്ടനെ ആദ്യം മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ആ ടൈമിൽ പുള്ളിക്ക് ലീഡ് ചെയ്യാൻ അത്ര ധൈര്യമില്ല, ഞാൻ ക്യാരക്ടർ റോൾസ് തന്നെയാണ് പിടിച്ച് പോകുന്നത്, ഞാൻ ലീഡ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോൺ ത്രൂ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ വേറെ ആർട്ടിസ്റ്റ്, വേറെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ഇതിനൊരു 3-4 പ്രൊഡക്ഷൻസ് വേറെ വന്നിരുന്നു. ഒന്നും മെറ്റീരിയലൈസ് ആവാത്തോണ്ടായിരുന്നു. ഈ കോവിഡ് ടൈമിൽ തന്നെ നമുക്കൊരു പ്രൊഡക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ പിന്നീട് വർക്കൗട്ട് ആയില്ല. അതിനുശേഷം വേറെ പ്രൊഡക്ഷനും വേറെ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. അതൊരു 1.5 വർഷം വെയിറ്റ് ചെയ്തു, അവിടെയും അതായില്ല. അത് കഴിഞ്ഞിട്ട് വേറെ 2 ആർട്ടിസ്റ്റുകൾ വന്നു, അതും വർക്കൗട്ട് ആയില്ല. ലാസ്റ്റ് അപ്പോഴേക്കും സൈജു ചേട്ടൻ ഹീറോ ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും സൈജു ചേട്ടൻ്റെ തന്നെ പോയി ഇതൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ ഓക്കെ അപ്പോഴല്ല പറഞ്ഞത്. ആ ടൈമിൽ പുള്ളി ഹീറോ എന്നുള്ള രീതിയിലാണ് കമ്മിറ്റ് ചെയ്തത്. അതിനുശേഷം പ്രൊഡ്യൂസറായിട്ട് തോമസ് തിരുവല്ല, തോമസ് ചേട്ടൻ വന്ന് ആ മീറ്റിംഗ് കഴിയുമ്പോഴാണ് പുള്ളി പറഞ്ഞു ഞാനും ഇതിന്റെ ഇതിന്റെ ഭാഗമാവാം എന്നുള്ളതാ. ഓക്കെ. അതുപോലെ തന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് സായി ചേട്ടൻ, സായി കുമാർ. ആക്ച്വലി അദ്ദേഹത്തിന്റെ റോള് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം എന്ന് പേര് തന്നെ ഭരതന്റെ അല്ലേ നാട്യം, ആ ഒരു ഇതിലല്ലേ അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഫൺ എലമെന്റ് ആണ്, ഒരു ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ പുറത്ത് കളയാൻ പാടില്ല എന്നുള്ള ഒരു സംഭവമൊക്കെയാണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പം സായി ചേട്ടനെ യൂഷ്വലി നമ്മളൊരു വില്ലൻ ക്യാരക്ടറായിട്ടല്ലേ കണ്ടത്. ഇതിൽ കുറച്ച് കോമഡി എന്നാൽ കുറച്ച് സീരിയസ്നെസ് ഒക്കെ ഉണ്ട്. അത് പോർട്രേ ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ കണ്ടിരുന്നത് സായി ചേട്ടനെ ആയിരുന്നോ? ഇല്ല, ഞാൻ എഴുതുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ ആരും മനസ്സിലുണ്ടല്ലോ ഇത് എഴുതി. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം 50 പേരെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ഒരു ഘട്ടം വന്നത്. അപ്പോൾ ആ ടൈമിൽ കുറേ OTT പ്ലാറ്റ്ഫോംസ് വന്നിരുന്നു. കൊറോണ ടൈമിൽ ഇപ്പോൾ പേര് പറയുന്നില്ല, പക്ഷെ വന്നു, അതെല്ലാം പോയി ആ വഴിക്ക്, ഒന്നും നിലനിന്നില്ല. പക്ഷെ ആ ടൈമിൽ അവിടെ പുതിയതായിട്ട് ഒരു പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ അപ്പോൾ അതിൽ പുതിയ ആർട്ടിസ്റ്റുകൾ മതി, ആയാലും കുഴപ്പമില്ല, വലിയ ആർട്ടിസ്റ്റ് വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ലിമിറ്റേഷനിൽ വെച്ചിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളൊന്നും മനസ്സിലുണ്ടല്ല എഴുതിയിരുന്നത്. പിന്നീട് നമ്മൾ ആ ടൈമൊക്കെ കഴിഞ്ഞു, കോവിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആ OTT പ്ലാറ്റ്ഫോമും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മളിതായിട്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ ആണ് സായി ചേട്ടൻ്റെ ഇതൊക്കെ. സായി ചേട്ടൻ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുള്ളി കൂടുതലും സീരിയസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് എല്ലാവരും മനസ്സിലായ ഒരു സീരിയസ്, ഒരു മുരടനായ അച്ഛൻ അല്ലെങ്കിൽ കർക്കശക്കാരനായ അച്ഛൻ എന്നുള്ള സാധനം പെട്ടെന്ന് ആദ്യമേ രജിസ്റ്റേർഡ് ആവും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി സീനുകൾ എഴുതി പണിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു മുരടത്വം പുള്ളിക്ക് ഉണ്ട് എന്നുള്ളതും, പിന്നെ അവിടെ നിന്ന് നമുക്ക് ഹ്യൂമറിലോട്ട് കടന്നാൽ മതിയല്ലോ എന്നുള്ളത്. പിന്നെ സായിച്ചന്റെ ഹ്യൂമറും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാ, ചോട്ടമുമ്പയിലും മൈബൂസിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സായിച്ചേട്ടൻ തന്നെയായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇതിലെ ട്വിൻസ് ജിബിനും ജിനിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഫേസ് രണ്ടുപേരുടെയും. അവരെ ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആദ്യം കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ കിട്ടിയവർ ഓക്കെ ആയിരുന്നില്ല, പിന്നീട് കോയിൻസിഡന്റ്ലി ഇവരിലേക്ക് വന്ന് എത്തിയതാണ് എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അതൊന്ന് പറയോ? അത് നമ്മൾ ഈ ഏജ് കാറ്റഗറിയിലുള്ള ട്വിൻസിനെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും 12-10 വയസ്സുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 40+ തോന്നിക്കുന്ന ആൾക്കാർ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ നമുക്ക് തീരെ കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ തന്നെ നമുക്ക് പ്രീ പ്രൊഡക്ഷനും ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല. നമുക്ക് പടം കമ്മിറ്റ് ആവുന്നതും പ്രീ തുടങ്ങുന്നതും ഷൂട്ട് തുടങ്ങുന്നതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ ലൊക്കേഷൻ നോക്കുന്നുണ്ട്, ഇപ്പോൾ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇവന്മാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക്. മറ്റേതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ താല്പര്യം, അതും പുതിയ ആൾക്കാർ തന്നെ വേണം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രായത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിനടുത്ത് ഡബിൾ റോള് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ്. ഒരു ജെന്യൂനിറ്റി പോയാലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്തൊക്കെ ട്വിൻസ് എന്ന് പറഞ്ഞാലും നമുക്ക് 2 ദിവസം നിന്നാൽ അതിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വ്യത്യാസവും വേണം. പറഞ്ഞത് ഡബിൾ റോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുള്ളി കുത്തുന്ന പോലത്തെ പരിപാടികളൊക്കെ ആയി പോകും. അതല്ലാതെ ഒറിജിനൽ ട്വിൻസ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് റീൽസൊക്കെ ചെയ്യുന്ന 2 പയ്യന്മാരായിരുന്നു.
അപ്പോൾ അവർക്ക് സിനിമയോടൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷേ സംഭവം ഒരു റീൽസിന് മുന്നിൽ മൊബൈലിന് മുന്നിൽ സ്വന്തമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു മാസം കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ട് നിർത്താം എന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് പോകെ പോകെ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അവരുടെയും കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് അവരുടെ തലയ്ക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കും സിനിമയൊന്നും അവരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ് മരം പിടിച്ച് അഭിനയിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒട്ടും പിന്നെ ഇവരൊക്കെ നമുക്ക് സായി ചേട്ടൻ, കലച്ചേച്ചി ഇവരുടെ മുന്നിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അത് ഷൂട്ടിൻ്റെ 2 ദിവസം മുന്നെയാണ് നമ്മൾ ഇത് ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നുള്ളത് പിന്നെ എല്ലാവരും അവരുടെ വഴിക്ക് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫോട്ടോസ് കാണിച്ചു നോക്കുമ്പോൾ ഇവരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിനിമയ്ക്കകത്ത് ഞാൻ ഡബിൽ വർക്ക് ചെയ്യാൻ പോയിരുന്ന സമയത്ത് അവിടെ ആ സിനിമ ഇപ്പോഴും റിലീസായിട്ടില്ല, അതിലൊരു സീനിൽ അഭിനയിച്ച് പോയിരുന്നു. അന്ന് ഇവരെ നോട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറേ ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നോ? തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവന്മാർ കൊള്ളാമെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നത്. ഇവരെ തന്നെ വിളിച്ച് പെട്ടെന്ന് വരണം, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് പോകാനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരിവിടെ വിളിച്ചപ്പോൾ ഇവിടെ റേഷൻ കടയിലാണ് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടേക്ക് വണ്ടി വിട്ടു. നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക ചെയ്തത്. നമ്മൾ 2 സീൻ ചെയ്യിപ്പിച്ചു കൊടുത്തു. വലിയ ഓഡീഷൻ നമുക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല. ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറക്കുക ചെയ്തത്. ആ 2 സീൻ ചെയ്യിപ്പിച്ച് നോക്കി. അപ്പോൾ അതിൽ ഇവൻ അരുൺ ഘോഷ് മറ്റൊന്ന് അജയ് ഘോഷ് ആക്കാം എന്നങ്ങ് തീരുമാനിച്ച് നേരെ അങ്ങ് സായി ചേട്ടനെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ വലിയ നമ്മളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു സിനിമ കണ്ടപ്പോഴത്തേക്കിനെ. രണ്ടുപേരും അവരുടെ അവർക്ക് ഈ പറഞ്ഞ ഒരു ഹ്യൂമർ സൈഡ് അവരെ ഉള്ളിലുണ്ട്, നാച്ചുറൽ ആയിട്ടുണ്ട്, ഓർഗാനിക് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് അതെ. ഇനി പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ പ്ലാനിങ്ങിലാണോ? ഇപ്പൊ ഞാൻ പറയൂലെന്നല്ലേ. ഉണ്ട്, 1-2 എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തേക്ക് ഒരെണ്ണം ചെയ്യാനുള്ളൊരു കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അത് ഇതില് ആക്ട് ചെയ്തല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആക്ടിങ് ചെയ്യുമ്പോഴാണ് ഇഷ്ടം കൂടുന്നത്. പിന്നെ കാതലൻ അല്ലേ, ഐ ആം കാതലിൽ ആക്ട് ചെയ്തു. അപ്പൊ എന്താ തോന്നിയത്? ഇപ്പൊ ഇതില് ഡയറക്ഷൻ ചെയ്യണം, സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും എൻജോയ് ചെയ്തത് ഏത്, ആക്ടിങ് ചെയ്തപ്പോഴാണോ? ഡയറക്ഷൻ എനിക്ക് അറിയാം, ഡയറക്ടർ എന്ന് പറയുന്നത് ക്രൂവിന്റെ തന്നെ കിങ് ആണ്. അപ്പൊ അത് സ്ട്രഗിൾ ആണെന്ന് അറിയാം. എങ്കിലും പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എപ്പോഴും റൈറ്റിംഗ്, ഡയറക്ഷൻ ഇത് കിട്ടുക. ഐ മീൻ ഇതിലത്തെ അഭിനയം കാര്യമായിട്ടാണ് ചെയ്യാനുള്ളതല്ലല്ലോ. നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ ഇത് കൊള്ളാറുള്ളത് അത് ചെറിയൊരു പരിപാടിയല്ലേ. ഹാപ്പിനെസ് കൂടുതൽ കിട്ടുക ഇപ്പുറത്താ. അത് ക്രിയേറ്റീവ്, കാരണം നമ്മൾ മനസ്സിൽ കണ്ട സാധനം അതുപോലെ വർക്കൗട്ട് ആവുക. ആക്ടിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഡയറക്ടർ പുള്ളി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മളും കഴിഞ്ഞു. അവിടെ നമ്മൾ ഒരു പാർട്ട് മാത്രമാണല്ലോ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ് ഒക്കെ വേറെയാണ്. അത് ബോത്ത് റൈറ്റിംഗ് ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും. ഈ ഫാമിലി എന്നുള്ളൊരു, അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചു, ഇത് കുറേ പേരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സിനിമയിൽ വരുന്ന എല്ലാവരും തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മേ ബി പാഷൻ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെ ഉണ്ട്? ഈ മൂവി ഞാൻ എഴുത്തിലേക്ക് പോവാ, ഞാൻ സിനിമയിലേക്ക് പോവാ എന്നൊക്കെ പറയുമ്പോഴേ ആ ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്? സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് എഞ്ചിനീയറിംഗിന് മുമ്പേ ഞാൻ +2 കഴിഞ്ഞപ്പോൾ സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമ്മതിച്ചില്ല. അപ്പം ഞാൻ നിൽക്കുന്ന ടൈമിൽ പറഞ്ഞ മാതിരി എഞ്ചിനീയറിംഗ് ആണ് ഭൂമിയിൽ നിൽക്കുന്നത് ആ ഒരു കോഴ്സ്. അപ്പം നേരെ അങ്ങോട്ടേക്ക് തട്ടിയതാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി അതുവഴിയൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഇനി സിനിമയിലോട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാനായിട്ട് സൈഡിൽ കൂടെ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പം എംടെക് ചെയ്യാൻ പോയതും ഈ പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എംടെക് ഞാൻ ചെന്നൈയിലോട്ടാണ് പോയത്. വീട്ടിലൊന്നും സ്ക്രിപ്റ്റ് എഴുത്തൊന്നും നടക്കൂല. അപ്പോൾ എംടെക്ന്ന് ആ കോഴ്സ് പഠിക്കണമെന്ന ഉദ്ദേശം തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ 2 കൊല്ലം കൊണ്ട് എഴുതിയെടുത്തു. അപ്പോൾ സൈഡിൽ കൂടെ ഞാൻ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ ജോലി 1-2 സൈറ്റ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ടുപോകണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കാരണം ജോലി ചെയ്തുകൊണ്ട് സിനിമയ്ക്ക് ശ്രമിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. നടക്കുമായിരിക്കും, പലർക്കും നടന്നുണ്ടാവും. പക്ഷേ എൻ്റെ പെട്ടെന്നൊന്നും നടക്കൂല എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിനോ കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്ന ടൈമിലാണ് നമുക്ക് എത്താൻ. നമുക്കത് ഒരു വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാനിവിടെ ജോലിയാണ്, എനിക്ക് ലീവ് ചോദിക്കട്ടെ എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം സൈഡാക്കി വെച്ച്
കംപ്ലീറ്റ്ലി സിനിമ എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് എറണാകുളത്ത് ഒന്ന് സെറ്റിൽ ആവുക എന്നുള്ളതാണ് മാർഗം എന്നുള്ളത്. അതെ, ഈ ഒരു ഭരതനാട്യം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റില്ല, സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ലൈക്ക് ഇപ്പൊ ചിലവര് പറയുന്ന കേട്ടിട്ടുണ്ട്, ചില ഡയറക്ടേഴ്സ് ഒക്കെ ഞങ്ങൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് അവർ വഴിയിൽ കണ്ട ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലീസിന് ഇത് കണ്ടിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിയത്. ഇതെനിക്ക് നമ്മുടെ നാട്ടില് അറിയാവുന്ന ഒരു ഫാമിലിയിൽ സംഭവിച്ചിട്ടുള്ള ഈ മൊത്തം കാര്യങ്ങളല്ല, ഈ പറഞ്ഞ പോലെ മരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു പേടിയിൽ മരണക്കിടക്കിൽ നിന്ന് പുള്ളി ഒരു സത്യം അടുപ്പുള്ള ഒരാളോട് തുറന്നു പറയുന്നു. അത് ഭയങ്കര കോമഡി അല്ലേ? മരിച്ചില്ല, അവസാനം സത്യം പറയുകയും ചെയ്തു. എല്ലാവരും പറയാൻ പറഞ്ഞ പുള്ളി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പുള്ളി മരിച്ചില്ല, പുള്ളിക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നു. ആ ഒരവസ്ഥ എനിക്ക് നേരിട്ട് നാട്ടില് പരിചയമുള്ളത് ഒരു ഫാമിലിയില്. അപ്പൊ അത് എനിക്ക് മുമ്പേ തോന്നിയിട്ടുള്ളത് 16 പതിനേഴിലോ മറ്റോ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ഈ സിനിമയ്ക്കുള്ള സാധനം ഉണ്ടെന്ന് തോന്നി. പക്ഷെ ഈ പറഞ്ഞതുപോലെ അത് അങ്ങനെ തന്നെ ചെയ്താൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ബാലറ്റം ഫ്ലേവർ ഒക്കെ അതിൽ കിടക്കുന്നുണ്ട്. മരിക്കാൻ പോകുന്ന നേരത്ത് വേറൊരു ഫാമിലി ഉണ്ടെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മനസ്സിലോട്ടൊന്നും വന്നില്ല കേട്ടോ ഇത് കാണുമ്പോഴേ. പക്ഷെ ഒരുപാട് ബാലട്ടൻ യൂണിവേഴ്സിലോട്ട് ഞാൻ കയറ്റി നടന്നു പോകുക, യൂണിവേഴ്സിലോട്ട് നടക്കാൻ. അത് കുഴപ്പമൊന്നുമില്ല, അത് ഫണ്ടാണ്. അത് എഴുതുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മരിക്കാൻ നേരത്ത് ഇത് പറയുന്നത് ഓൾറെഡി ഉള്ളതാണല്ലോ എന്നുള്ളത്. അതിന്റെ മേലോട്ട് ഒരു സാധനം കൂടി കിട്ടിയാലാണ് നമ്മുടെ പടത്തിന്റെ ഐഡന്റിറ്റി ആവുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആ ഒരു കൂട്ടത്തിലങ്ങ് കയറ്റി വിടും. അത് കിട്ടാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ട് അവിടെയും ഇവിടെയും ഒരേ ചായയുള്ള കുട്ടികളാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇവര് ഭയങ്കര റെപ്യൂട്ടഡ് ഫാമിലിയാണ്, ഭയങ്കര അഭിമാനികളാണ്, വല്ലവന്റെ കാലത്തിൽ തലയിരുന്നവരാണ്. ഇതൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചത് ഇതിന്റെ ഇടയിൽ ബിൽഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ഫാമിലിയുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചാലേ അതിന് രസം ഉണ്ടാവുള്ളൂ എന്ന് തോന്നിയിട്ട് അപ്പൊ അതിനു വേണ്ടി കുറച്ചാലും വെയിറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ ആലോചിച്ചുണ്ടാക്കിയതല്ല. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കാറിൽ സഞ്ചരിച്ചുകൊണ്ടില്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ച് ഫോൺ വെച്ചാൽ എന്തോ നമ്മൾ ട്വിൻസിനെ കുറിച്ചിട്ട് വേറെ എന്തോ കാര്യം സംസാരിച്ച് ഫോൺ വെച്ച് വീട്ടിലേക്ക് നടന്ന ട്വിൻസ് എന്നുള്ള സാധനം അവിടെ സ്ട്രൈക്ക് ആയത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഒരു കുടുംബം ഒറ്റ നോട്ടത്തിൽ നാണം കിടന്നൊരു സാധനം വേണ്ടിയിരുന്നത്. ഒന്ന് രണ്ട് ഫാമിലിയിൽ ഒരേ ചായയുള്ള പിള്ളേര് ഈ രണ്ടും ഒരേ നാട്ടിലോട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ പിന്നെ ചറ പറയുന്നതുകൊണ്ട് ഇവരെ വെച്ചിട്ട് ഈ ട്വിൻസിനെ വെച്ചിട്ട് സെറ്റിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി കാണുമല്ലോ? ഉണ്ടായി കാണായിരിക്കും, പക്ഷെ ഞാൻ അതിലോട്ട് കൃഷ്ണദാസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ഒരു മൂവി, അത് എങ്ങനത്തെ ജോണർ എഴുതാനാണ് ഇഷ്ടം? എനിക്ക് ഹ്യൂമറിന്റെ പല വേർഷൻസ് ട്രൈ ചെയ്യണം ആഗ്രഹമുള്ളത്. ഇപ്പോൾ ലൈറ്റ് ഹ്യൂമർ ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് ഹ്യൂമർ ആണെന്നുണ്ടെങ്കിലും ഫാൻറ്റസി അല്ല, അങ്ങനെ ആക്ഷൻ ഹ്യൂമർ. അപ്പം അത് ഹ്യൂമറിന്റെ എന്തൊക്കെ ഏരിയാസ് ഉണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. പിന്നെ അതോടൊപ്പം ആക്ഷൻ പടങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. അതുപോലെ തന്നെ ഈ മൂവി കണ്ടിട്ടേ കുറെ ആക്ടേഴ്സ് ഉണ്ട്, ലാലേട്ടൻ, മമ്മൂക്ക, കമ്പയർ ചെയ്യുന്നല്ല കേട്ടോ. നമ്മൾ ഇനി ഒരു ഡ്രീം ഉണ്ടാവുള്ളൂ, എനിക്ക് ഇന്ന ആളെ വെച്ചിട്ട് ചെയ്യണം, ഇന്ന ആളോട് സംസാരിക്കണം, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ സ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിട്ട്? വൈ നോട്ട്? അതൊക്കെ ഇതിന്റെ ഏറ്റവും തുടക്ക സമയത്ത് അല്ല, ഇപ്പം ഒത്തിരി സ്ട്രഗിൾ എന്തായാലും ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിലേക്ക് എത്താൻ. ഇപ്പൊ ഒരു മനസ്സിലൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ. കാര്യം മൂവി എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു മൂവി തന്നെയാണ് ഈ ഭരതനാട്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയല്ലോ. അപ്പൊ ഇനിയിപ്പോ ഈ ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ വ്യത്യാസമായിട്ട്? അതെ, വ്യത്യാസമായിട്ട് തീർച്ചയായിട്ടും ചെയ്യും നമ്മള്. പക്ഷെ തന്നെ ഇന്ന ആർട്ടിസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് പോവുക അതൊക്കെ, പ്രത്യേകിച്ച് ഇപ്പൊ ലാലേട്ടൻ നമുക്ക് അതൊക്കെ ഓർമ്മ. അതൊക്കെ ഇപ്പം ഞാൻ ഈ ഒരു മൂവി ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കത് ഒരു സിനിമാക്കാരനായെന്ന് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്നായെന്നുള്ളത് തോന്നൽ പോലും എനിക്ക് വന്നിട്ടില്ല എപ്പോഴും. എനിക്ക് കാരണം നമ്മൾ മുമ്പേ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല, അതുകൊണ്ടും അങ്ങനെ സിനിമ സർക്കിളുകളൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ സിനിമ എൻ്റെ സിനിമ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ മമ്മൂക്കലാലെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നമുക്ക് അത് എവിടെയോ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ അവിടേക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാനുള്ള ഇത് ഇല്ല. ബട്ട് ലക്ലി നമുക്ക് ഈ ഒരു സിനിമയിൽ ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റിനെ തന്നെ അല്ലേ കിട്ടി. കലാരഞ്ജിനി മാം, പിന്നെ ശ്രീജ മാം, ഡബിങ് ആർട്ടിസ്റ്റ്, അവരുടെ കൂടെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് പണ്ട് ഹീറോയിൻ ആയിട്ടിരുന്ന കലാരഞ്ജിനി മാം ഇപ്പൊ ചെയ്യുന്ന റോൾസ് ഒക്കെ. കലച്ചേച്ചിയുടെ നമുക്ക് ആദ്യമേ മനസ്സിൽ ഉണ്ടായിരുന്നത് കലച്ചേച്ചിയുടെ ആ വോയിസ് തന്നെയായിരുന്നു കലച്ചേച്ചിനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് പുള്ളിക്കാരൻ ആ വോയിസ് ത്രൂ ഔട്ട് പരിപാടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ വോയിസിൽ സംസാരിക്കുന്നത് കലച്ചേച്ചിക്ക് സ്ട്രെയിൻ ആണോ എന്താണോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിലാണ് ടെൻഷൻ. പക്ഷെ എനിക്ക് ആ വോയിസാണ് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നപ്പോൾ തന്നെ സൈജുവേട്ടനോടും തോമസിനോടും പറഞ്ഞത് കലച്ചേച്ചിയാണ് ആകെയുള്ളൊരു ഓപ്ഷൻ. ആദ്യം പുള്ളിക്കാരെ അടുത്ത് ചോദിച്ചിട്ട് പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. പക്ഷേ സംസാരിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരി റെഡിയാണ്. അധികം സിനിമകൾ ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചിപ്പോൾ വോയിസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് ചോദിച്ചത്. അപ്പോൾ അതല്ല മോനെ, നമുക്ക് അങ്ങനെ ഒരു പുള്ളിക്കാരിക്ക് മൊത്തത്തിൽ അങ്ങ് വർക്കാവുന്ന പോലത്തെ സാധനം അധികം കിട്ടാറില്ല.
കിട്ടുന്നതെല്ലാം പുള്ളിക്ക് അത്ര വർക്കാവില്ല, അതുകൊണ്ടാണ് ഒക്കെ സൈഡാക്കി വെക്കാറുള്ളത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ത്രൂ ഔട്ട് പരിപാടി ഇപ്പോൾ പുള്ളിക്കാർ പറഞ്ഞിട്ട് കാര്യം അമ്മ അച്ഛൻ ചെറിയമ്മ പോലത്തെ സംഭവങ്ങളൊന്നും അധികം ഇപ്പോൾ വരാറില്ലല്ലോ. അപ്പോൾ ഇതിൽ അതിനൊക്കെ ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നിയപ്പോഴൊക്കെ അങ്ങനെയാണ് പുള്ളിക്കാർ ഇന്നായത്. പിന്നെ വോയിസ് സ്ട്രെയിൻ ഒന്നുമില്ല പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നത്, വോയിസ് എങ്ങനെയാണെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ സ്ട്രെയിനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആസ് എ ഡയറക്ടർ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ചില ഡയറക്ടേഴ്സേ ആക്ട് ചെയ്ത് കാണിക്കും, ആക്ട് ചെയ്ത് കാണിക്കുക. അവിടെ ഇപ്പം ആക്ട് ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, എല്ലാവരും സീനിയേഴ്സ്. എന്നാലും ഇപ്പം എന്താ പറയുക, നമ്മുടെ ഉള്ളിലത് ഉണ്ട്. ഇപ്പം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ സംഭവം ഭയങ്കര ഈസിയാണല്ലോ. ഞാൻ എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത് കേട്ടോ, ഈസിയാണ്. അല്ലെങ്കിൽ ഇതാട്ടോ റോള്, ഇന്നതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതാണോ ഈസി, ഇതാണോ ഈസി? സൈജുവേട്ടനടുത്ത് ഞാൻ പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ ആക്ടിങ് പരിപാടി നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ നെറേറ്റ് ചെയ്യുമ്പോഴും സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇനാക്ട് ചെയ്തിട്ട് അത് വരാറുണ്ട്. അത് സൈജുവേട്ടൻ ഒബ്സർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നീ അങ്ങനെ വെച്ച് നോക്കാമെന്നുള്ളത് പുള്ളിക്കാരനും പറയാറുള്ളത്. സൈജുവേട്ടൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല സീനിയേഴ്സ്. അപ്പോൾ ഞാൻ സായി ചേട്ടനായിട്ടുള്ള ഫസ്റ്റ് സീൻ ചെയ്യുമ്പോൾ അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള സീനാണ് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഇത് കിടന്ന് കാണിച്ചോണ്ടിരിക്കുക. കാണിച്ചു കഴിഞ്ഞ് പുറത്ത് മാറുന്നത് ഞാൻ ആരോടാണ് കിടന്ന് അഭിനയം കാണിച്ചു കൊടുക്കണേ എന്നുള്ളത് തോന്നി. പിന്നെ ഞാൻ സായിച്ചേട്ടൻ അഭിനയം പറഞ്ഞു, ഞാൻ പിന്നെ അത് കൺട്രോൾ ചെയ്യും. കാരണം ആരാണ് സായിച്ചേട്ടൻ ചെയ്യാത്ത പരിപാടിയുള്ള കാര്യങ്ങളാണ്. ആ പുള്ളിയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ അഭിനയം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ലെന്ന് തോന്നി. അത് ആ ഒരു സീനിയോറിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അഭിനയം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് എല്ലാവർക്കും തുടക്കത്തിൽ മാത്രമേ നമുക്ക് ഇതാണ് നിങ്ങളുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു മീറ്റർ വരുന്നത് ഇങ്ങനെയാണെന്നുള്ളതും ക്യാരക്ടർ പഠിക്കണം എങ്ങനെയാണെന്നും എല്ലാവരുമായിട്ട്, ഇപ്പോൾ കല ചേച്ചിയാണെങ്കിലും ശ്രീജ ചേച്ചിയാണെങ്കിലും ദിവ്യേച്ചി, ശ്രുതി, സ്വാതി, എല്ലാവരും നമുക്ക് ഇവന്മാർ മാത്രമേ പുതിയതുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ അടുത്ത് മാത്രം നമുക്ക് കുറച്ച് അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ മാറ്റി പറയും കുറച്ച് പറയുന്ന പറഞ്ഞിട്ട് റിഹേഴ്സൽ പരിപാടി ഉണ്ടായിരുന്നത്. ബാക്കി ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഈ തുടക്കത്തിൽ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം മാത്രമേ തോന്നുന്നു. ബാക്കിയെല്ലാം അവർ തന്നെ പിക്കപ്പ് ചെയ്തത്. ബാക്കി വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്ന് പറയും? ആക്ടിങ് അല്ലാണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അല്ലാണ്ട്, അല്ലെങ്കിൽ വേറെ എന്താ താല്പര്യം? ബുക്സ് വായിക്കോ? വേറെ തന്നെ സിനിമകൾക്ക് പോകും, അതും തിയേറ്റർ പടങ്ങളാണ് കൂടുതൽ കാണാറുള്ളത്. ഫോണിൽ പടങ്ങൾ കാണാനുള്ള പരിപാടിയൊന്നും ഇല്ല. ബുക്സും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനിയിപ്പം ആരെങ്കിലും സ്ക്രിപ്റ്റുമായിട്ട് വരുവാണ്, ചേട്ടൻ്റെ ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ വാട്ട് ഈസ് ദ ഈസി മെത്തേഡ് ടു അപ്രോച്ച് യു? എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കേണ്ട മിക്കവരുടെയും കഥ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1-2 സബ്ജക്റ്റ് നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേൾക്കൽ നിർത്തിയിരിക്കുന്നത്, കാരണം കേട്ടിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതുവരെ ഞാൻ കമ്മിറ്റഡ് ആവുന്ന വരെ ഞാൻ പുറത്തുനിന്നുള്ള സബ്ജക്റ്റുകൾ കേൾക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇതിലെ പ്രൊഡ്യൂസർ സൈജു ചേട്ടനാണ്. സോ ആസ് എ പ്രൊഡ്യൂസർ സൈജു ചേട്ടന് പൈസ കുറച്ച് ഞാൻ ചിലവാക്കുവാണല്ലോ, എനിക്കും കൂടി കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഇന്റർഫിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, സൈജു ചേട്ടൻ മാത്രമല്ല, തോമസ് ചേട്ടനോട്, തോമസ് തിരുവല്ല പ്രൊഡ്യൂസർമാരാണ്. പക്ഷേ സൈജു ചേട്ടൻ എവിടെയും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. പുള്ളി അതെനിക്ക് മൊത്തം ടീമാണെന്നെങ്കിലും ഈ 2 പ്രൊഡ്യൂസർമാരാണെങ്കിലും, തോമസ് ചേട്ടനാണെങ്കിലും സൈജു ചേട്ടനാണെങ്കിലും, വൺസ് നമുക്ക് വാക്ക് തന്ന കൈ തന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്കൊരു പടി ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അന്വേഷിക്കും. എല്ലാ ദിവസവും നമ്മൾ പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിച്ച പോലെ ചാർട്ട് ചെയ്ത പ്രകാരം തന്നെയല്ലേ പോകുന്നത്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ടീമിൻ്റെയും ഗുണം കൊണ്ടാവാം അങ്ങനെ അവർ ചോദ്യം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് വരുത്തേണ്ടി വന്നിട്ടില്ല. ഭയങ്കര കൂളായിരുന്നു. സൈജു ചേട്ടൻ ആക്ച്വലി പ്രൊഡ്യൂസറാണെന്നുള്ളത് ഞാൻ ഓർത്തിട്ടില്ല, പുള്ളി ഓർത്തിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് തോമസ് ചേട്ടൻ വരുമ്പോഴാണ് പ്രൊഡ്യൂസർ വന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വരിക. സൈജു ചേട്ടൻ വൈകുന്നേരം വിളിക്കുമ്പോഴാണോ ഇത് പുള്ളി പ്രൊഡ്യൂസറും കൂടി ആണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത് നമുക്ക്. ചേട്ടാ, നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഓൾറെഡി ആസ് എ ഡയറക്ടർ ചേട്ടനെ അറിയാം ഞാൻ ഇതാ എഴുതി വെക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ വൺസ് അത് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ, അവിടെ നിന്ന് അത് ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ, പിന്നെ അത് മൂവിയായിട്ട് തിയേറ്ററിൽ വരുമ്പോൾ ആ എഴുതി വെച്ചിരിക്കുന്ന സാധനം ചേട്ടൻ ഉദ്ദേശിച്ച, ആസ് എ ഡയറക്ടർ ചേട്ടൻ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത്, അത് എത്രത്തോളം ആ ഒരു കാര്യത്തിൽ ഹാപ്പിനെസ് ഉണ്ട്? ലൈക്ക് ഈ മൂവിയിൽ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അതിൻ്റെ ഒരു ഇത് പറയൂ, പ്രോസസ്സിങ് അതിൽ ഇപ്പോൾ റൈറ്റിങ്ങിലുണ്ട് എന്നിട്ട് പറഞ്ഞാൽ പോലും ഇപ്പം എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചാൽ ആളുകൾക്ക് ചിരി വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എഴുതുന്നതിൽ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഡയലോഗ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യ സ്ഥലത്ത് ചില ഡയലോഗ് എങ്ങനെ വേണമെങ്കിലും പറയാം. ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് ഹ്യൂമർ ഉണ്ടാവുക. അപ്പോൾ ഇത് പറയുന്നുണ്ടല്ലോ, നീ നിൻ്റെ അമ്മോട് പറയണം ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ എന്ന് പറയുന്നുണ്ട്. അത് 2 രീതിയിലും പറയാം. അപ്പോൾ ഇത് വായിച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല.
അപ്പം ഇത് എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് ലാസ്റ്റ് അവർ എത്തുന്നത്. കാരണം ഇത് നമ്മൾ ഫൈനൽ സിനിമ മനസ്സിൽ കണ്ടാണെന്ന് എഴുതുന്നത്. അന്നേരം വെറുതെ പറയുക എന്നുള്ള ഡയലോഗ് അങ്ങനെ വായിച്ച് ചിരിക്കാനോ അല്ലെങ്കിൽ കേട്ട് ചിരിക്കാനോ ഉള്ളതല്ല, സിനിമ കണ്ട് ചിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിന് കുറേ ടൈമിങ്സ് ഉണ്ട്. ഇപ്പോൾ ഡയലോഗ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത് മാത്രമൊക്കെയാണ് എനിക്ക് ആക്ടേഴ്സിൻ്റെ അടുത്ത് പറയണമെന്നുള്ളത്. ചേച്ചത് ഇവിടെ നിർത്തി ഒന്ന് ഗ്യാപ്പ് ഇട്ട് പറയണം, എന്നാലേ അത് വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ള കാര്യം അത് അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് എൻ്റെ മാത്രം ഉള്ളിലുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഓരോ ഇതിനകത്ത് സൈലൻസ് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ഹ്യൂമർ സൈലൻസിൽ ഉണ്ടാകുന്ന ഹ്യൂമറുകളുണ്ട്. അതായത് ഒരു ഓക്വേർഡ് സിറ്റുവേഷനിൽ എല്ലാവരും കൂടി ചുമ്മാ നോക്കി നിൽക്കുകയാണ്, അവിടെ ഒരു ഫാൻ്റെ ശബ്ദം മാത്രം കറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അത് ആക്ച്വലി ഉദ്ദേശിച്ച അത്ര നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇൻ കേസ് അങ്ങനെ പണി പാടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് ഹ്യൂമർ ആയിരുന്നു ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്നത്. അത് പിന്നെ ലൈറ്റർ പരിപാടി ആക്കിയതായിരുന്നു പ്രൊജക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരീക്ഷണ പരിപാടികൾ ചെയ്യുമ്പോൾ ഓഡിയൻസിനെ കണക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കുറച്ച് BGM ഒക്കെ ഇട്ട് കയറ്റിയിട്ടുണ്ട് ഇത്തവണ. പക്ഷെ അങ്ങനെയും ഉണ്ടായിരുന്നില്ല, ഭയങ്കര സൈലൻസ് ആണ്. ഈവൻ രണ്ട് ഇരട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു എന്ന് പറഞ്ഞ സീനിൽ ഒരു അവരുടെ എല്ലാവരും ഓക്വേർഡ്നെസ് അവിടെ വേണ്ടിയിരുന്നു. മ്യൂസിക് ആദ്യം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നീട് പണി വാളിയാലോ എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും നോക്കുമ്പോൾ തന്നെ ഒരു സ്മൈൽ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ അതിലൊക്കെ രസം. എനിക്ക് അങ്ങനെ ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടം. ഇപ്പോൾ കൗണ്ടർ ടു കൗണ്ടർ കോമഡികൾ പറയുക, സ്ലാപ്സ്റ്റിക് കോമഡികൾ, ഇതെല്ലാം എനിക്ക് കാണാനാണ് ഇഷ്ടം. എനിക്ക് ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ ഫൈനലി സിനിമയായിട്ട് വരുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച ഹ്യൂമർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ ഷോ റിലീസ് ആവുമ്പോഴായിരിക്കും ഈ മൂവി എങ്ങനെയാ വന്നിട്ടുള്ളത്. സൗണ്ട് ഡിസൈനും കാര്യങ്ങളും മിക്സിങ് കൂടി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹ്യൂമർ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ സൈജു ചേട്ടന് വായിക്കാൻ കൊടുത്തപ്പോഴേ സൈജു ചേട്ടൻ എന്താ അഭിപ്രായം പറഞ്ഞത്? സൈജു ചേട്ടൻ വായിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 2-3 സെഷൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ. ഇപ്പൊ ഞാൻ ആദ്യം പോയി കൊടുത്തിട്ടുള്ള നറേഷൻ പുള്ളിക്ക് അറിയാം. അത് കഴിഞ്ഞൊരു സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴുണ്ട് അത് കഴിഞ്ഞിട്ട് 2 വട്ടം സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു, സൈജു ചേട്ടന് വേണ്ടിയിട്ടും തോമസ് ചേട്ടന് വേണ്ടിയിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ചിരിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ഷൂട്ടിനോട് അടുത്തിറങ്ങിയപ്പോൾ ഇത് ഹ്യൂമർ കിട്ടില്ലോ അല്ലേ എന്നുള്ള ഡൗട്ട് ഇവർക്കൊക്കെ അല്ലേ ചോദിച്ചു നോക്കിയപ്പോൾ എടാ നീ ആദ്യം പറഞ്ഞപ്പോൾ ചിരിച്ചു, പിന്നെ എപ്പോഴും ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ പറഞ്ഞു. എല്ലാവരുടെ റോൾസ് അല്ലെ അവര് നല്ല രീതിയിൽ തന്നെ ചെയ്തു. ചെറിയ എക്സ്പ്രഷനിലൂടെ പോലും ആ മെയിനായിട്ട് ഇരട്ടകള് അവരുടെ എന്താ പറയാ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് സ്മൈൽ ചെയ്യുന്ന സീൻസ് ഒക്കെ ഇല്ലേ നോക്കിയിട്ട് അതിൽ പോലും നമുക്കത് ഫീൽ ചെയ്തു നാച്ചുറൽ ആയിട്ട്. സിറ്റുവേഷനിലൂടെ ഹ്യൂമർ വരിക, ഈ പെർഫോമൻസ് ഈ പറഞ്ഞ എക്സ്പ്രഷൻസിലൂടെയും കട്ട്സിലൂടെ ഒക്കെ ഹ്യൂമർ വരുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഓർഗാനിക് ഫീൽ ഉണ്ടാവാറുള്ളത്. തമാശകൾ നമ്മൾ പറഞ്ഞ് ചെയ്ത് ഫലിപ്പിക്കുന്നതിനേക്കാൾ ആളുകൾക്ക് തമാശയായിട്ട് തോന്നിയാലും മതി. അതിനാണ് എനിക്ക് കുറച്ച് കൂടുതൽ രസം തോന്നാറുള്ളത്. ആക്ച്വലി ഭരതനാട്യം എന്ന് പറയുന്ന ഈ ഒരു പേര് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഭരതന്റെ നാട്യം എന്നുള്ളതാണെന്ന്. ഈ പേര് ചൂസ് ചെയ്യാം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാ? അത് അച്ഛൻ്റെ പേര് റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ആവണം എന്നുണ്ടായിരുന്നു. പേരില് ഒരു ക്ലാസ് ഫീലും ഉണ്ടാവണം, എന്നാൽ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു രസം ആളുകൾക്ക് അതിൽ ചിരിയുമാണ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അച്ഛൻ്റെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കറക്റ്റ് ടൈറ്റിലിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഭരതൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തി ഭരതനാട്യം എന്നുള്ള വേർഡ് കിട്ടിയപ്പോൾ ഭരതനോട്ട് അതിലോട്ട് പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് ടൈറ്റിൽ ഉണ്ടാക്കിയത്. പക്ഷേ ചേട്ടൻ തന്നെ ചൂസ് ചെയ്തത് ലൈക്ക് ഒരു ഫൈനലിൽ എത്തിയത് എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ സ്ക്രിപ്റ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ വിത്ത് ടൈറ്റിലാവും. അപ്പോൾ പക്ഷേ സിനിമ തിയേറ്ററിൽ വർക്കാവാതെ പോയതിൻ്റെ ഒരു കാരണമായിട്ട് പലരും പറയുന്നതും ഈ ടൈറ്റിൽ തന്നെയാണ്. ഇത് മിസ്ലീഡ് ചെയ്യപ്പെട്ടു, ഇത് ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് പടമാണ് എന്നൊക്കെ വിചാരിച്ച് കാണും എന്ന് എന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഒരു തോട്ട് മേ ബി മീ ആസ് എ വ്യൂവർ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് സിനിമ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ അറിയില്ല. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചില പോസ്റ്റുകളിലും എനിക്ക് വന്ന 1-2 മെസ്സേജുകളുണ്ട്, എന്തിനാ ഈ ടൈറ്റിൽ വെച്ചേ, പടം നല്ല രസമുണ്ട്, എന്തിനായിരുന്നു ഈ ടൈറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും മനസ്സിലായില്ലേ ടൈറ്റിൽ ചൂസ് ചെയ്യുമ്പോൾ. ഇപ്പൊ നെക്സ്റ്റ് പരിപാടികളൊക്കെ അങ്ങനെ പേര് വെക്കാനൊരു പേടിയുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഓരോന്നൊക്കെ പേരിനും ഒരു അർത്ഥം ഉണ്ടാവണല്ലോ എന്നൊക്കെ പറഞ്ഞ് വെക്കാൻ നോക്കുമ്പോ ഇത് മനസ്സിലാവാതെ പോകുമോ എന്നുള്ള പേടിയൊക്കെ വന്നു പറയുന്നതിന്. സിനിമ ശ്രദ്ധിച്ച് കണ്ട് അതിന്റെ സ്റ്റോറി മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ടാണ് ഈ പേരെന്ന് ഓഫ് കോഴ്സ് മനസ്സിലാവും. അതെല്ലാം നമ്മളൊരു ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോവാണ് എന്ന് പറയുമ്പോൾ ഓക്കെ ഗ്രാജുവലി നമ്മൾ ഓക്കെ ഭരതനാട്യമാണോ എന്താ സിനിമ, പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവില്ലേ. എനിവേ നമ്മുടെ 90s യാർഡെന്ന് പറയുന്ന നമ്മുടെ പുതിയ മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് ഞങ്ങൾക്ക് ടൈം തന്നതിന് ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്?
പ്രേക്ഷകരൊന്നും പറഞ്ഞില്ല, അടുത്ത പടം ചെയ്യും, അത് കാണുക.